നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു. 77.81 വിജയ ശതമാനം. കേരളത്തിലെ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ജയിച്ച കുട്ടികൾക്ക് വളരെ സന്തോഷം. ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച 99.99 അല്ലെങ്കിൽ 100% കുട്ടികളും ഒരുപക്ഷെ പ്ലസ് ടു റെഗുലറായിട്ട് പഠിച്ച എല്ലാ കുട്ടികളും ജയിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ 82,000-ൽ കൂടുതൽ കുട്ടികൾ കേരളത്തിൽ തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കാണാൻ. കേരളം കണ്ട ഏറ്റവും വലിയ തോൽവിയാണ് 2025 പ്ലസ് ടു. കേരളം കണ്ട ഇതുവരെയും കണ്ട ഏറ്റവും വലിയ തോൽവിയാണ്. കഴിഞ്ഞ വട്ടം 80,000 താഴെ ഉള്ളെങ്കിൽ അതിനെക്കാട്ടിൽ 10,000-3,000 കുട്ടികൾ കൂടി വീണ്ടും തോറ്റു എന്നുള്ളതാണ്. അന്നേരം ആദ്യം തന്നെ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാ സബ്ജക്റ്റും, അത് പ്ലസ് ടുവിൻ്റെ സയൻസ് ആയിക്കോട്ടെ, ബയോ സയൻസ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഇനിയും കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബാച്ചസ് നമുക്കുണ്ട്. 24, 25, 26 ഇത്രയും ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു ടെൻഷനും വേണ്ട. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരും. വളരെ പരിമിതമായ ഫീസും മാത്രമല്ല, നിങ്ങൾ ഉറപ്പിച്ച് ജയിച്ചിരിക്കും കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും എല്ലാ ഫെസിലിറ്റീസും സിമ്പിളായിട്ട് പഠിക്കാം. ടെൻഷൻ വേണ്ട. ഇപ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കുട്ടികൾക്ക്. കാരണം ടെൻഷൻ ഒന്നിൻ്റെ ഒരു പരിഹാരമല്ല, അവസാന വാക്കുമല്ല ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ അറിയേണ്ടത് ഇന്ന് മെയ് 22 ജൂൺ 23 സേ എക്സാം തുടങ്ങും. 27 സേ എക്സാം കംപ്ലീറ്റ് ആവും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് അടുത്ത വീഡിയോയ്ക്കകത്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അന്നേരം ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അധ്യാപകർ, രക്ഷകർത്താക്കൾ, അയൽക്കാർ, ബന്ധുക്കാർ, ഇവരെല്ലാം നാനാദിക്കിൽ നിന്നും നമ്മളെ, രക്ഷകർത്താക്കൾ വിഷമം കൊണ്ട് പറയുന്നതാണ്, നാട്ടുകാരും അയൽക്കാരും കളിയാക്കാൻ വേണ്ടിയിരിക്കുന്നവർ. നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ജയിച്ചേ പറ്റൂടി, നിങ്ങൾ ജയിച്ചേ മതിയാവും. തോറ്റ കുട്ടികൾ ഒരു വിഷയം നിങ്ങൾക്ക് മാർഗ് ഏതെങ്കിലും കുറവുള്ള കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഒറ്റ വിഷയം ഇമ്പ്രൂവ് ചെയ്യാവുള്ളൂ. ആ വിഷയം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. നല്ല ഗംഭീര മാർക്ക് കിട്ടും. നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ നല്ല സമയമുണ്ട് താൻ. പക്ഷേ നിസ്സാരമായി ഒരു കുട്ടികളും നിസ്സാരമായിട്ട് എടുക്കരുത്. കഴിഞ്ഞ വട്ടമൊക്കെ നമുക്ക് 1000-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നിട്ട് വളരെ തുച്ഛമായ കുട്ടികൾ മാത്രമാണ് തോൽവിയിൽ വന്നിട്ടുള്ളൂ. വളരെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്. ഞാനത് വീഡിയോ വരെ ചെയ്തതാണ്, ഫോട്ടോ ഉൾപ്പെടെ. അടുത്ത ദിവസം അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ തരും. കാരണം അത്രയും മികച്ച രീതിയിൽ ക്ലാസ് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ജയിപ്പിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 0.5% അങ്ങനെ കുട്ടികൾ മാത്രമേ നമ്മുടെ ബാച്ചിൽ പോയിട്ടുള്ളൂ. കാരണം അത് ഒട്ടും തന്നെ ശ്രദ്ധിക്കാത്ത കുട്ടികളായിരിക്കും. ബാക്കിയുള്ളവരെല്ലാം ജയിക്കും. അതുകൊണ്ട് എല്ലാ വിഷയം പോയിട്ടുള്ളവർക്കും എല്ലാം എഴുതാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പക്ഷേ ഓരോ വർഷം കഴിയുമ്പോഴും, ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോഴും പറയുന്നതാണ്, എല്ലാ വർഷവും പറയുന്നതാണ്, പ്ലസ് ടുവിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാറ്റേൺ വലിയ രീതിയിൽ മാറുന്നതിന് മുമ്പേ നമ്മൾ ജയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. നമ്മൾ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. 10ാം ക്ലാസ് കൊണ്ട് ഇക്കാലത്തൊന്നും ജോലി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പ്ലസ് ടു നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു മാസമല്ല, 10-25 ദിവസം കഷ്ടപ്പെട്ടാൽ, 25 ദിവസമേ ഉള്ളൂ, 25 ദിവസം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, നമ്മൾ റിവിഷനും റിവിഷനും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം തരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് സബ്ജക്റ്റിനും നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് പാസ്സാകാം. നല്ല അടിപൊളി സർട്ടിഫിക്കറ്റ്. അല്ലാതെ സേ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്ന പേരുണ്ട്. സേ പരീക്ഷ അല്ലയോ തോറ്റർ. എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പ്രൂവ്മെൻ്റ് കൂട്ട് തന്നെ ഉള്ളൂ. സേവ് 1 ഇയർ, ഒരു വർഷം സേവ് ചെയ്യാനുള്ള പരീക്ഷയാണ് അതാണ് സേയുടെ ഫുൾ ഫോം. സേവ് 1 ഇയർ എന്നുള്ളതാണ്. SAY, അതാണ് എന്ന് പറയുന്നത്. അത് നാണക്കേടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. പഠിച്ച് നല്ല 1ാം തരം മാർക്ക് മേടിച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള നല്ലൊരു കോഴ്സ് എടുത്ത് പഠിക്കാം. എത്രയോ കുട്ടികൾ ഒരു മാർക്കിൽ നിന്ന് 50 മാർക്ക് 45 മാർക്കുമായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഫോട്ടോസ് ഉൾപ്പെടെ, കഴിഞ്ഞ വട്ടത്തെ ഫോട്ടോസ് ഉൾപ്പെടെ, അവരുടെ പേരുൾപ്പെടെ, മാർക്ക് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ കണ്ടുകൊള്ളുക. കാരണം ഇതൊക്കെ ജെന്യുവൻ ആയിട്ടുള്ള കാര്യം. ഒരു 4.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലിൽ നിന്നുണ്ട്, ഒരു വൺ ഓഫ് ദി ഏറ്റവും നല്ലൊരു ചാനലിൽ നിന്നുകൊണ്ട് നമ്മൾ റെഗുലർ ബാച്ചിനോടൊപ്പം കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു താങ്ങ് ഉറപ്പായിട്ടുണ്ട്. അത് നിസ്സാരത വയ്ക്കുക. കാരണം അതേപോലെ എല്ലാം കഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. ഇനി റീവാലുവേഷനെ കുറിച്ച് പല കുട്ടികൾക്കും സംശയമുണ്ട്. റീവാലുവേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് റീവാലുവേഷൻ പറ്റൂല. കാരണം ഡബിൾ വാലുവേഷൻ ഉള്ള വിഷയങ്ങൾക്ക് റീവാലുവേഷൻ പറ്റത്തില്ല. ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് അതേതും ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി, ഇതിന് റീവാലുവേഷൻ പറ്റും. റീവാലുവേഷൻ പറ്റാത്ത സബ്ജക്റ്റുകൾക്ക് ഫോട്ടോ കോപ്പി എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഫോട്ടോ കോപ്പി എടുക്കാം. അതിനൊക്കെ ഇത്ര രൂപയാണെന്നുള്ളത് കൃത്യമായിട്ട് വിവരങ്ങൾ പറയാം. അന്നേരം റീവാലുവേഷൻ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾക്കില്ല, അതിന് ഡബിൾ വാലുവേഷൻ ഉള്ളതുകൊണ്ടാണ്.
ഇമ്പ്രൂവ്മെൻറ്റ് ഒറ്റ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ മാർക്ക് മേടിക്കാൻ ഒരു വിഷയത്തിന് എനിക്ക് ഇച്ചിരി മാർക്ക് കുറഞ്ഞു പോയി, A+ അല്ലെങ്കിൽ B+ ആയി, അത് A+ ആക്കണം, അത് പറ്റും. പിന്നെ 6 വിഷയം തോറ്റാലും നമുക്ക് എഴുതിയെടുക്കാം. നിങ്ങളുടെ മനസ്സ് ഗംഭീരമായിരിക്കണം, എനിക്കിത് എടുത്തേ പറ്റൂ എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളെ ഈ പറഞ്ഞ പോലെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയത്തുള്ളൂ, വേറൊരാൾക്കും കഴിയത്തില്ല. അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഫെസിലിറ്റീസ് നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ ഒരുക്കുകയും ചെയ്യും. കാരണം 25 ദിവസം കുറച്ച് ദിവസമേ ഉള്ളൂ. ആ കുറച്ച് ദിവസം കൊണ്ട് മാക്സിമം നിങ്ങളുടെ ഊറ്റിയെടുക്കാൻ പറ്റുന്ന, പക്ഷേ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് നമ്പർ, ഇപ്പം സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് ഏത് ഇതായിക്കോട്ടെ, ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ വോയിസ് മെസ്സേജോ വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. കോള് വിളിക്കാനും പാടില്ല എന്ന് പറയാനുള്ള കാരണം അറിയാം, കോൾ എടുക്കാനുള്ള സമയം പോലും ഒരു സ്റ്റാഫിനോ ബാക്കിയുള്ളവർക്കും കാണത്തില്ല. അന്നേരം നിങ്ങൾ ആ സബ്ജക്ട്സ് ഇടുക കൃത്യമായിട്ട്. 24-ാം തീയതി നമ്മുടെ ഫസ്റ്റ് ബാച്ച്, 24-ാം തീയതി, 25-ാം തീയതി, 26-ാം തീയതി ആയിട്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ദിവസം പോലും കളയുന്നില്ല. നാളെ ഒറ്റ ദിവസം കൊണ്ട് ബാക്കി ഓരോ ദിവസവും ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യും. കൃത്യമായിട്ട് എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ഈ മാസം ഫുള്ള് പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കുട്ടികൾ പോലും കേരളത്തിൽ തോൽക്കരുത് എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. കാരണം തോൽക്കുന്ന കുട്ടികളുടെ കൈപിടിച്ച് ജയിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപകനാകുന്നത്. അത്യാവശ്യം നന്നായിട്ടുള്ള കുട്ടികൾ നന്നായിട്ട് മാർക്ക് മേടിക്കും, അത് എപ്പോഴായാലും ഒരു മാർക്ക് മേടിക്കും. പക്ഷേ നമുക്ക് ഇച്ചിരി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ ഇച്ചിരി നമുക്ക് മുന്നോട്ടൊന്ന് കൈ പിടിച്ചാൽ മതി, കയറി വരും. അത് കയറി വരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അന്നേരം വളരെ ഇപ്പോൾ ഒരു വിഷയത്തിന് 1000 രൂപയുള്ളൂ. ഒന്നിൽ കൂടുതൽ എത്ര വിഷയങ്ങൾ നിങ്ങൾ എഴുതിയാലും നമുക്ക് 2500 രൂപയുള്ളൂ ഫീസും. അധ്യാപകർ അത്രയും മാത്രം സ്ട്രെയിൻ എടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സാപ്പ് കൃത്യമായിട്ട് ഇട്ടേക്കുക. റെഗുലറായിട്ട്, അതായത് ഇടുന്ന ഇതിൽ മാത്രമായിരിക്കും നിങ്ങൾ മെസ്സേജ് ഇടുന്ന ഉടനെ റിപ്ലൈ കിട്ടണമെന്നല്ല, കൃത്യമായിട്ട് ഓർഡറിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്തിരിക്കും. എന്തായാലും എല്ലാവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നല്ല ഈസി ആയിട്ട് പഠിക്കാം. സിമ്പിളായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം തരും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അടുത്ത വീഡിയോ 2 മണിക്കൂറിനുള്ളിൽ ഉറപ്പായിട്ടും വരും. സേയുടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും, പരീക്ഷ ഡീറ്റെയിൽസും എല്ലാം വരും. കാണുക, നോ ടെൻഷൻ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.